CPM ഇതിനെ പ്രതിരോധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ? CPM പറയുന്നത് നിങ്ങൾ MV രാഘവനെ നോക്കൂ, AR ഗൗരിയമ്മയെ നോക്കൂ, പാർട്ടിയോട് ഇടഞ്ഞു പോയിട്ടുള്ള ആളുകൾക്കൊന്നും അധികം ആയുസ് പ്രസ്ഥാനം എന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല. അവരൊക്കെ ഒന്നുകിൽ CPMലേക്ക് തിരിച്ചു വന്നു, അല്ലെങ്കിൽ അവർ ഈ ആൾക്കൂട്ടത്തിൽ ലയിച്ചു ഇല്ലാതായി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ KR ഗൗരിയമ്മയുടെയോ MV രാഘവൻ്റെയോ കാലഘട്ടമല്ല. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. അൻവർ പറയുന്ന കാര്യങ്ങൾ ലൈവായി ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ തത്സമയം കേൾക്കുകയാണ്. അൻവർ ഓരോ ദിവസവും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും TV-യിലൂടെയും ഒക്കെ നിരന്തരം ആളുകൾ കേൾക്കുന്നുണ്ട്, വീട്ടമ്മമാർ കേൾക്കുന്നുണ്ട്. വീട്ടമ്മമാരോടൊപ്പം യൂത്തിന്റെ വലിയൊരു പിന്തുണയുണ്ട്. നേരത്തെ നമ്മൾ ആ പയ്യന്മാരോട് ചോദ്യം ചോദിച്ച സമയത്ത് MV രാഘവന്റെയോ KR ഗൗരിയമ്മയുടെ കാലത്തുള്ള പോലെ കുറച്ച് പൊളിറ്റിക്കൽ ആളുകളുടെ മാത്രം പിന്തുണയല്ല. ഇപ്പോ പൊതുസമൂഹത്തിൽ ആശയ രൂപീകരണം നടത്തക്കത്തക്ക രീതിയിൽ സമൂഹ മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആശയ രൂപീകരണത്തിന് കുറച്ചുകൂടി എളുപ്പമാണ്. പണ്ട് അവർ പലയിടങ്ങളിലെ ഇത്തരം വിശദീകരണ യോഗങ്ങൾ വിളിച്ച് അവരുടെ ആശയ പ്രചാരണം നടത്തി. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വിരൽത്തുമ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അവർക്ക് കൃത്യമായി എളുപ്പത്തിൽ എത്തിക്കാൻ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞുണ്ട്. പക്ഷെ ആൾക്കൂട്ടം എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് ഈ കുട്ടികളുടെ വലിയ വാദ്യോപകരണങ്ങൾ പൊട്ടി തുടങ്ങിയിരുന്നു, മറുഭാഗത്ത് വാപ്പുവള്ളിവറമ്പിൻ്റെ പാട്ടുണ്ട്, പുറത്ത് നല്ല മഴയുടെ അകമ്പടിയുണ്ട്. പക്ഷേ ഈ നിറഞ്ഞ വേദികളിലേക്ക് ആളുകൾ എത്തുമോ എന്നുള്ളതാണ് ആകാംക്ഷ. 1 ലക്ഷം എന്നാണ് PV അൻവർ അവകാശവാദം ഉന്നയിക്കുന്നത്. അങ്ങനെ 1 ലക്ഷത്തിൻ്റെ പിന്തുണ PV അൻവറിനുണ്ടോ എന്നുള്ളതാണ്. 1 ലക്ഷം എത്തുമോ? 1 ലക്ഷം എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. മഴയൊന്നും തന്നെ പരിപാടിക്ക് പ്രതിസന്ധിയാവില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം മഴയൊക്കെ തന്നെ മുന്നിൽ കണ്ടാണ്, ഓറഞ്ച് അലേർട്ട് മുന്നിൽ കണ്ടാണ് പന്തൽ പോലെയുള്ള സംവിധാനം ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. മഴ പെയ്യുമെന്ന് ഉറപ്പാണ്. തൊട്ടപ്പുറത്ത് കാരക്കൊന്നൊക്കെ നേരത്തെ തന്നെ മഴ പെയ്യുന്നുണ്ട്. രാഷ്ട്രീയമായ കാറ്റും കോളും മാത്രമല്ല, കാലാവസ്ഥയുടെ കാറ്റും കോളും അൻവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. പ്രൂവ് ചെയ്യപ്പെടേണ്ടത് നിലമ്പൂർ തേക്കിനോളം കരുത്ത് അൻവറിന്റെ രാഷ്ട്രീയ കൂട്ടായ്മക്ക് ഉണ്ടാകുമോ, അതിന്റെ പങ്കാളിത്തത്തിലൂടെ അൻവർ അത് പ്രൂവ് ചെയ്യപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ നിലമ്പൂരിന്റെ പിന്തുണയുണ്ട് എന്ന് ചന്തക്കുന്നിൽ തെളിയിച്ചു. നിലമ്പൂരിന് പുറത്തൊരു പിന്തുണയുണ്ടോ എന്നുള്ളതാണ് മഞ്ചേരി തെളിയിക്കേണ്ടത്. ഞാൻ നിലമ്പൂരിന്റെ മാത്രം രാഷ്ട്രീയക്കാരനല്ല, നിലമ്പൂരിന് പുറത്ത് അൻവറിന് ഒരു പ്രത്യേകതയുണ്ടോ, പിന്തുണയുണ്ടോ എന്നുള്ളതാണ് ഈ മഞ്ചേരി സമ്മേളനം തെളിയിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും മഞ്ചേരി സമ്മേളനത്തിലെ ആൾക്കൂട്ടം ഈ കസേരകൾ നിറയുമോ എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമായി തന്നെ മാറുകയാണ്. ദീപക്, എനിക്ക് ആ ബഹളത്തിൽ പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. ശരി, ഏതായാലും മഞ്ചേരിയിലെ വേദിയിൽ അൻവറിനൊപ്പം ആരൊക്കെ ഉണ്ടാകുമെന്നത് തന്നെയാണ് ചോദ്യം. DMK-യുടെ നിരീക്ഷകർ എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ ഒരുക്കങ്ങൾ ഏതായാലും പൂർണ്ണമാണ്. മഴയുണ്ട്, പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആളുകൾ അവിടേക്ക് എത്തിച്ചേരുമെന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വഴിക്കടവിൽ നിന്നും അൻവറിൻ്റെ അനുയായികൾ ഇപ്പോൾ കൊടിതോരണങ്ങളുമൊക്കെയായി അൻവറിൻ്റെ ചിത്രമുള്ള പതാകകളുമൊക്കെ ഏന്തിക്കൊണ്ട് മഞ്ചേരിയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. DMK പ്രതിനിധികളും എത്തിച്ചേരുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്.